കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ സെർജിയോ ലൊബേറയുടെ ഒഡീഷയെ തകർത്ത് എറിഞ്ഞുകൊണ്ട് വീണ്ടും വിജയവഴിയിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ നോക്കുമ്പോൾ ഒരു ഗോളിന് തുടക്കം തന്നെ പിന്നിൽ പോയ ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു കംബാക്ക് നടത്തി വീണ്ടും വിജയവഴിയിലേക്ക് തിരികെ വന്നത്. കാരണം ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒരു ഗോളിന് പിന്നിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. പിന്നീടാണ് ജീസസൊക്കെ സെക്കൻഡ് ഹാഫിലേക്ക് ജീസസൊക്കെ വരുമ്പോൾ കളി മാറി. ക്വാൻ പെപ്പർ ഒരു ബ്യൂട്ടിഫുൾ ഗോൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഗോൾ ക്വാൻ പെപ്പർ നേടി, പക്ഷേ അതൊരു ഓഫ് സൈഡായിട്ട് മാറുകയുണ്ടായി. പിന്നീടായിരുന്നു ലൂണിൽ നിന്ന് നോവ സദ്യയിലേക്ക് ഒരു പന്ത് വരുന്നു. നോവ അത് ഹെഡ് ചെയ്ത് ജീസസിന് കൊടുക്കുന്നു. അത് കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യാനായിട്ട് ജീസസിന് സാധിച്ചു. അങ്ങനെ 2-1 ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു എന്ന് നിൽക്കുമ്പോഴായിരുന്നു ആ ഒരു ഫ്രീ കിക്കിൽ നിന്നിട്ടും ഒരു ഗോള് വരുന്നത്. സച്ചിൻ തട്ടി അകറ്റി, പക്ഷേ എന്നാലും ആ ഒരു ഗോൾ അവർ അടിച്ചു. അങ്ങനെ 2-2 സമനിലയിലാണ് മത്സരം. സമനിലയിലെങ്കിലും മത്സരം അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ച നിമിഷത്തിലായിരുന്നു 94-ാമത്തെ മിനിറ്റിൽ നോവ സദുയുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ഗോൾ വരുന്നത്. ഇതോടുകൂടിയിട്ട് ബ്ലാസ്റ്റേഴ്സ് 3 ഗോളുകൾക്കാണ് ഇന്ന് വിജയിച്ചത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, തോമസും അതുപോലെ തന്നെ പുരുഷോത്തമൻ്റെ കീഴിൽ, അതായത് അവർ രണ്ടുപേരുടെയും കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ 4 മത്സരങ്ങൾ കളിച്ച് ആ 4-ൽ 3 വിജയിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. ഒരു ജംഷഡ്പൂരിനെതിരെയുള്ള മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. എന്തായാലും ഇതോടുകൂടിയിട്ട് 8-ാം സ്ഥാനത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് കടന്നു വന്നിരിക്കുകയാണ്.